നമസ്കാരം. തേടേ ന്യൂസിലേക്ക് സ്വാഗതം. നിലമ്പൂർ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടുകൂടി 19,000 വോട്ടുകൾ നേടിയ PV അൻവറെ വലിയ ഹീറോ ആക്കി മാറ്റിയിരിക്കുകയാണ് നമ്മുടെ മാധ്യമങ്ങൾ. അദ്ദേഹം ഹീറോ എന്ന തരത്തിൽ തന്നെ നമുക്ക് കാര്യങ്ങൾ വിശദീകരിക്കാം. അദ്ദേഹം അവിടെ ഒറ്റയ്ക്ക് മത്സരിച്ചു, 19,000 വോട്ടുകൾ നേടി എന്നത് യാഥാർത്ഥ്യമാണ്, അത് അംഗീകരിക്കേണ്ടതുമാണ്. പക്ഷേ ഇത്തരത്തിൽ ഇടത് വലത് മുന്നണികളെയും BJP-യെയും എതിർത്തുകൊണ്ട് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മാത്രം നിന്നുകൊണ്ട് ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പിൽ വലിയ നേട്ടമുണ്ടാക്കിയ ആദ്യത്തെ സ്ഥാനാർത്ഥിയാണോ PV അൻവർ എന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല എന്നതാണ് യാഥാർത്ഥ്യം. പലപ്പോഴും മാധ്യമങ്ങൾ മറക്കുന്ന അല്ലെങ്കിൽ കണ്ണടച്ചിരുട്ടാക്കുന്ന രീതിയാണ് മാധ്യമങ്ങൾക്കുള്ളത്. മുമ്പ് നമുക്കറിയാം, പൂഞ്ഞാറിൽ മത്സരിച്ച PC ജോർജ് 41,000 വോട്ടുകളാണ് അവിടെ അദ്ദേഹം നേടിയത്. ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് തന്നെയാണ് അദ്ദേഹം പോരാടി അവിടെ വലിയ രീതിയിലുള്ളൊരു മുന്നേറ്റം കാഴ്ചവെച്ചത്. അവിടെ LDF സ്ഥാനാർത്ഥിയായ ജോസ് കെ മാണിയുടെ, അതായത് കേരള കോൺഗ്രസിന്റെ നേതാവ് സെബാസ്റ്റ്യൻ അവിടെ മത്സരിച്ചു ജയിച്ചു എന്നത് യാഥാർത്ഥ്യമാണ്. പക്ഷേ ഇരു മുന്നണികൾക്കും വലിയ ഭീഷണി ഉയർത്തിക്കൊണ്ട് 41,000 വോട്ട് നേടാൻ അവിടെ PC ജോർജിന് സാധിച്ചു എന്നതാണ് യാഥാർത്ഥ്യം. മറ്റൊന്ന് നമ്മൾ ഓർക്കേണ്ടത്, കഴിഞ്ഞ ഇതുമായി ബന്ധപ്പെട്ട, അതായത് 41,000 വോട്ടുകൾ നേടുന്ന തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് വലിയ രീതിയിലുള്ള അദ്ദേഹത്തിനെതിരെ മുസ്ലിം മത തീവ്രവാദ സംഘടനകളുടെ, SDPI-യുടെ, പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഒക്കെ തന്നെ വലിയ വിമർശനങ്ങൾ, ഭീഷണി പോലും അദ്ദേഹത്തിനെതിരെ ഉണ്ടായിരുന്നു. പരസ്യമായി PC ജോർജിന് വോട്ട് ചെയ്യരുതെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടു പള്ളികളിൽ അടക്കം അത്തരത്തിലുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്ത് നിർദ്ദേശം നൽകി എന്നാണ് പിന്നീട് PC ജോർജ് പറഞ്ഞത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവിടെ 41,000-ൽ പരം വോട്ടുകൾ അദ്ദേഹം നേടുന്നത്. അതുകൊണ്ട് തന്നെ PV അൻവറിൻ്റെ ഈ ഒരു മുന്നേറ്റം അത് മാത്രം ഉയർത്തി കാണിച്ചുകൊണ്ട് PV അൻവർ വലിയെന്തോ സംഭവമാണ് എന്ന തരത്തിലാണ് നമ്മുടെ മാധ്യമങ്ങൾ ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ പലപ്പോഴും ഇത്ര നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ പലപ്പോഴും PC ജോർജിൻ്റെ രാഷ്ട്രീയവും അദ്ദേഹത്തിൻ്റെ നിലപാടുകളും കണ്ടുകൊണ്ടായിരിക്കണം, അദ്ദേഹത്തെ മറന്നുകൊണ്ടാണ് ഇപ്പോൾ മാധ്യമങ്ങൾ വാർത്തകൾ നൽകുന്നത്. PC ജോർജിനെ നമുക്കറിയാം, അദ്ദേഹം പല കാര്യങ്ങളും തുറന്നു പറയും. പല കാര്യങ്ങളും തുറന്നു പറയുന്നതുകൊണ്ട് മാത്രം അദ്ദേഹം വിവാദങ്ങളിലും കേസുകളിലൊക്കെ തന്നെ പെട്ടിട്ടുണ്ട്. ആ കേസുകളൊക്കെ തന്നെ ഇപ്പോഴും അദ്ദേഹം തുടർന്നു കൊണ്ടുപോകുന്നുണ്ട്. ഈ അടുത്ത കാലത്താണ് അദ്ദേഹം BJP-യിലേക്ക് വന്നത്. അദ്ദേഹം മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ മകൻ ഷോൺ ജോർജും BJP-യിലേക്ക് വരികയുണ്ടായി. ഷോൺ ജോർജ് ഇപ്പോൾ BJP-യുടെ മുന്നണി പോരാളി എന്ന തരത്തിൽ ചാനൽ ചർച്ചകളിലൊക്കെ തന്നെ സജീവമായി പങ്കെടുക്കുന്ന ആളാണ്. ഉയർന്നു വരുന്ന ഒരു യുവ നേതാവ് എന്ന തരത്തിലാണ് രാഷ്ട്രീയ കേരളം അദ്ദേഹത്തെ നോക്കിക്കാണുന്നത്. മാത്രമല്ല, മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനെതിരെയുള്ള മാസപ്പടി കേസിൽ കോടതിയിൽ പോയി നിയമപോരാട്ടം നടത്തുന്നവരിൽ പ്രധാനപ്പെട്ട ആളാണ് ഷോൺ ജോർജ്. അപ്പോൾ PC ജോർജ് തന്നെയാണ് താരമെന്നാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ പറയുന്നത്. PV അൻവറിന് 19,000 വോട്ടല്ല, അതിൽ കൂടുതൽ വോട്ടുകൾ അവിടെ പിടിക്കാമായിരുന്നു. പ്രത്യേകിച്ച് ഒരുപാട് ഘടകങ്ങൾ അദ്ദേഹത്തിന് അനുകൂലമായിരുന്നു. പ്രത്യേകിച്ച് മുസ്ലിം ഭൂരിപക്ഷ മണ്ഡലം, അത്തരത്തിലുള്ള രാഷ്ട്രീയമാണ് അദ്ദേഹം മുന്നോട്ട് ഉയർത്തിയത്. പിണറായി സംഘപരിവാറിൻ്റെ ആളാണ് എന്നൊക്കെ തരത്തിലുള്ള പ്രചരണമാണ് അദ്ദേഹം നയിച്ചത്. എന്നിട്ട് പോലും 19,000 വോട്ട് മാത്രമാണ് അദ്ദേഹത്തിന് നേടാനായത്. അപ്പോൾ PC ജോർജ് തന്നെയാണ് താരമെന്ന നിഗമനത്തിലാണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ട്രോളുകളും അദ്ദേഹത്തെ ആ തരത്തിലുള്ള പ്രതികരണങ്ങളുമാണ് സോഷ്യൽ മീഡിയയിൽ നിറയുന്നത്.